ഹായ് നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. മക്കൾക്കെല്ലാം സ്കൂൾ തുറക്കാറായല്ലേ? പുതിയ അധ്യയന വർഷം തുടങ്ങുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. എല്ലാ വർഷവും നമ്മളൊരു തീരുമാനങ്ങളും ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി എടുക്കുമല്ലേ? അങ്ങനെയല്ലേ തുടക്കം? എന്നാൽ കഴിഞ്ഞ അധ്യയന വർഷം അത് എത്രമാത്രം ശരിയായി പ്രാവർത്തികമാക്കിയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി നോക്കണം. അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കി ആ കുറവുകളൊക്കെ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് പഠന രീതിയൊക്കെ ചിട്ടപ്പെടുത്തണം. പിന്നെ അമ്മമാരാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. ചിട്ടയായി കാര്യം ചെയ്യാൻ ശീലിപ്പിക്കുക നല്ലതാണ്. അങ്ങനെ ആയാൽ അവർക്ക് സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ അങ്ങോളം അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. കൃത്യസമയം ഒരു 9 മണിക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ. 8 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. അത് ബുദ്ധിവികാസനത്തിന് നല്ലതാണ്. 16-17 വയസ്സ് വരെയുള്ള ബുദ്ധിവികാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് 8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 10 മണിക്ക് ഉറങ്ങി 5 മണിക്ക് ഉണർന്ന് ഫ്രഷായിട്ട് പഠിക്കണം. എല്ലാം ശരിയായി ചെയ്തോ എന്ന് നോക്കുക. അന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗമൊന്ന് വായിക്കുക. കൃത്യസമയത്ത് സ്കൂളിലെത്തുക. മോശമായ കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഇടയ്ക്ക് ഓർമ്മിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. മറ്റുള്ളവർ പറയാതെ തന്നെ നമ്മെ സ്വയം വിലയിരുത്തി നോക്കണം. നമ്മുടെ പോരായ്മകൾ എന്നിട്ട് വിലയിരുത്തിയിട്ട് അത് തിരുത്തി കൊണ്ടുപോകണം. കൃത്യസമയം തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ഉണർത്തുകയും വേണം. രാത്രി തന്നെ ടൈം ടേബിൾ എടുത്തു വെപ്പിക്കണം. ഒരു 4th ക്ലാസ് മുതൽ അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കണം. സ്കൂളിൽ നിന്ന് എത്തിയാൽ എല്ലാം കാണുന്ന സ്ഥലത്ത് വലിച്ചെറിയാതെ, ബുക്ക് ഒരു സ്ഥലത്ത്, സോക്സ് ഒരു സ്ഥലത്ത്, ഷൂസ് ഒരിടത്ത്, ബാഗ് ഒരിടത്ത്, അതൊന്നും ചെയ്യാതെ അതാത് സ്ഥലത്ത് വയ്ക്കാൻ കുഞ്ഞുങ്ങളെ നിർബന്ധമായും ശീലിപ്പിക്കണം. മേലൊക്കെ കഴുകി അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലും വിനോദത്തിലൊക്കെ ഏർപ്പെട്ട് അതിനുശേഷം കൈകാലുകളും മുഖമൊക്കെ വൃത്തിയാക്കി അല്പനേരം പ്രാർത്ഥിക്കുക. എന്നിട്ട് ഹോംവർക്കുകളൊക്കെ കൃത്യമായി ചെയ്യുക. അന്നന്ന് തന്നെ പഠിക്കാൻ ശീലിക്കുക. അവരെ അതിനുവേണ്ടി ശീലിപ്പിക്കണം. അങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ സ്വയം അങ്ങനെ ചെയ്തു പോകും. ആദ്യമേ ശീലിപ്പിക്കുക. അതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ചെയ്തില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് നൽകുമെന്ന് പറയുക. സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലും നല്ലത്, നിങ്ങൾക്ക് ഞാൻ അത് ചെയ്താൽ സമ്മാനം തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നതിലും നല്ലത് അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഒന്നും ചെയ്തു തരത്തില്ല എന്ന് പ്രത്യേകം പറയണം. എന്നാൽ നല്ല കാര്യം ചെയ്താൽ അത് അംഗീകരിച്ച് പ്രോത്സാഹനം നൽകി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുത്ത് അവരെ അഭിനന്ദിക്കുകയും വേണം. എന്നാൽ പണിഷ്മെൻറ്റ് കൊടുക്കണം. പഠിക്കാതെ ഇരുന്നാൽ, പറഞ്ഞാൽ കേൾക്കാതെ ഇരുന്നാൽ അത് വളരെ പ്രയോജനം ചെയ്യും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ പരിഹസിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മോട് പറയാൻ അവരെ ശീലിപ്പിക്കുകയും വേണം. ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടിട്ട് വേണ്ട രീതിയിൽ തിരുത്തേണ്ടത് തിരുത്തി നിങ്ങൾക്ക് എന്ത് കാര്യവും ഞങ്ങളോട് പറയാം എന്ന് ഓർമ്മിപ്പിക്കുക. അല്പസമയം അവരോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക തന്നെ വേണം. അത് അമ്മയും അച്ഛനും ചെയ്യുക തന്നെ വേണം. ഇടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. മഹാന്മാരുടെ കഥകൾ, വലിയ വലിയ നിലയിലെത്തിയവരുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുക. നല്ല ശീലങ്ങൾ, ചീത്ത ശീലങ്ങൾ, ചങ്ങാതിയെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഓരോ ചലനവും മാതാപിതാക്കളും ശ്രദ്ധിക്കണം. തിരുത്തേണ്ടത് അപ്പോൾ തിരുത്തുക. കുട്ടികൾ ബന്ധുക്കളുമായും മറ്റെല്ലാവരോടും മിങ്കിൾ ചെയ്ത് ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് വേണം വളരാൻ. അവരെയും നമ്മുടെ ഗൃഹസന്ദർശനങ്ങൾ, ക്ഷേത്രത്തിൽ, ഫംഗ്ഷനുകളിൽ ഇടയ്ക്കെങ്കിലും കൊണ്ടുപോവുക. കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഓർത്ത് വിഷമിക്കേണ്ട, അഭിമാനിക്കാൻ സാധിക്കും. പഠിത്തം മാത്രം പോരാ, എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കണം. നമ്മുടെ വരവും ചിലവും മുതിർന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിനനുസൃതമായ രീതിയിൽ വളർന്നു വരട്ടെ. അവർക്ക് നൽകുന്ന രൂപയിൽ അവർ ചിലവഴിക്കുന്ന കണക്ക് എഴുതി വെപ്പിക്കുക. അതിടയ്ക്ക് മാതാപിതാക്കൾ നോക്കുക. മദ്യം, മയക്കുമരുന്ന്, അടിപിടി, ചീത്ത കൂട്ടുകെട്ട് ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക. ഇതിൻ്റെ വരുംവരായികൾ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. മുത്തശ്ശനും മുത്തശ്ശിയുടെയും ഒപ്പം കുറച്ചു സമയം സ്നേഹം പങ്കിടാൻ
മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ള വീട്ടിലുണ്ടെങ്കിൽ അവരെ അതിന് ശീലിപ്പിക്കണം. നമ്മുടെ കുട്ടികൾ നല്ലവരായി വളരാൻ അവരെ പ്രാപ്തരാക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒരു മുഖ്യ പങ്ക് തന്നെയുണ്ട്. ജോലി തിരക്ക് എത്രയുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യം നോക്കാൻ അല്പസമയം മാറ്റിവെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഓർത്ത് അഭിമാനിക്കാം, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ അവരുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യവും ശ്രദ്ധിച്ച് ഉണ്ടാകണം. പുതിയ അധ്യയനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കണ്ടുമുട്ടാം.